ഹായ് എവ്രി വൺ, ഐ എം നന്ദിത കൃഷ്ണ. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടെലസ്കോപ്പിംഗ് സമ്മും സംസ് ആൻഡ് ഏരിയാസ്, പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, ടെലസ്കോപ്പിംഗ് സം. ടെലസ്കോപ്പിംഗ് സമ്മിനെ നമ്മൾ കൊളാപ്സിംഗ് സം എന്നും പറയും. ഇതിൻ്റെ ജനറൽ റിസൾട്ട് എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n ai minus 1 is equal to an minus a0. ഇതാണ് ഇതിൻ്റെ ജനറൽ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്കിത് വെച്ചിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് സപ്പോസ് ദാറ്റ് ദ ബസ് ഈസ് അറ്റ് പൊസിഷൻ yi at time ti where I is equal to 0, 1 extra to n, and that during time interval ti minus 1 ti the velocity is a constant. Vi is equal to yi minus 1 divided by ti minus 1, that is equal to delta yi divided by delta ti. Using a telescoping sum, confirm that the distance travelled equals the difference between final and initial position. അതായത് ഒരു ബസ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് yi ആണ്, ടൈം ti, ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് ti minus 1ഉം tiയും, വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ച് ഒന്നുമില്ല. ഇനി നമുക്കിതിൽ നോക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ബസ്സും ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ്സും ഈക്വൽ ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യണം. ടെലസ്കോപ്പിംഗ് റിസൾട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിരുന്നു. ഡെൽറ്റ ഡി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n വി ഐ ഇൻറ്റു ഡെൽറ്റ ടി ഐ എന്ന് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിരുന്നു. നമുക്കൊരു വി ഐ തന്നിട്ടുണ്ട്, yi minus 1 divided by ti minus 1, that is equal to delta yi divided by delta ti. നമുക്ക് കൊടുത്ത വി ഐക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n വി ഐ എന്ന് പറയുന്നത് ഡെൽറ്റ yi ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഐ ഇൻറ്റു ഡെൽറ്റ ടി ഐ. ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ടി ഐ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി നമുക്ക് സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n ഡെൽറ്റ വൈ ഐ എന്ന് മാത്രം വരും. അപ്പോൾ അവർ ടി ഐ തന്നിട്ടുണ്ടായിരുന്നു. ടി ഐ എന്ന് പറയുന്നത് ഡെൽറ്റ ടി ഐ എന്ന് പറയുന്നത് ടി ഐ മൈനസ് 1 ആണെന്ന്. അപ്പോൾ ഡെൽറ്റ വൈ ഐ എന്ന് പറയുന്നത് വൈ ഐ മൈനസ് 1 ആണ്. അതായത് ഈ സ്മോൾ ചേഞ്ച് ഓഫ് ഇൻ്റർവൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഡെൽറ്റ യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറയുന്നത് വൈ ഐ മൈനസ് 1 ആണ്. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n yi minus 1. നമുക്ക് ടെലസ്കോപ്പിംഗ് സം യൂസ് ചെയ്തിട്ട് അപ്പോൾ എന്ത് വരും? yn മൈനസ് y0 വരും. നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ബസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ്. നമുക്ക് ടെലസ്കോപ്പിംഗ് സം വെച്ചിട്ട് നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ടെലസ്കോപ്പിംഗ് സം എന്തായിരുന്നു? Summation of I is equal to 1 to n ai minus 1 is equal to an minus a0. ഇവിടെ aiയുടെ പകരം yi ആണെന്ന് മാത്രം. അപ്പോൾ നമ്മളിവിടെ എന്ത് കൺഫേം ചെയ്തു? അതായത് the distance travelled by the bus that is equal to the difference between final and initial position. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സെക്ഷൻ, sums and areas. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചിരുന്നു. അതായത് വെലോസിറ്റി ടേംസിൽ ഡിസ്റ്റൻസ് ഫോർമുല എങ്ങനെയാണ് വരികയെന്ന് പഠിച്ചിരുന്നു. എങ്ങനെയായിരുന്നു? അതായത് ഡെൽറ്റ ഡി ഈസ് ഈക്വൽ സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n വി ഐ ഇൻറ്റു ഡെൽറ്റ ടി ഐ. ഇതിൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരുന്നു. ടി ഐ എന്ന് പറയുന്നത് ടി ഐ മൈനസ് 1. ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് ടി ഐയും ടി ഐ മൈനസ് 1ഉം ആണ്. ഇനി നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കുന്നത്, അതായത് ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എത്രത്തോളം സ്റ്റഡി ഓഫ് ഇൻ്റഗ്രൽസിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കുകയാണ്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ലെറ്റ് us plot the velocity of a bus as the function of time. Suppose that the total time interval AB, that is t, runs from A to B and interval divided into n smaller intervals. A is equal to t0 is less than t1 is less than extra to tn, that is equal to B, and the ith interval ti minus 1 where v is constant,
ദ ഫോം വി ഫോർ എൻ ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അതായത് നമ്മളോട് ഫങ്ഷൻ ഓഫ് ടൈമും വെലോസിറ്റിയും തമ്മിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് എ ബി ആണ്, എയും ബിയും. ആ എയുടെയും ബിയുടെയും ഇടയിൽ കുറേ എന്തുണ്ട്, വീണ്ടും എൻ സ്മോൾ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എൻ വരെ. അപ്പോൾ ഏത് വരും, T0, TN എക്സെട്ര ടു TN വരെ. ith ഇൻ്റർവെൽ എന്ന് പറയുന്നത് TIയും TI-1 ആണ്. വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ നമുക്ക് എൻ എത്ര എടുത്താൽ മതി, 5, 5 എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, എയും ബിയും രണ്ട് ടൈം ഇൻ്റർവെൽ, അതിൻ്റെ ഇടയിൽ T0, T1, T2, T3, T4, T5. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തും വരും, വെലോസിറ്റീസ് വരും, V1, V2, V3, V4, V5 അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഈ ഡാറ്റാസ് വെച്ചിട്ട് ഒന്ന് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കാം. അതായത് മെയിനായിട്ട് നമ്മൾ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല പറഞ്ഞിരുന്നു, അതായത് സമ്മേഷൻ ഓഫ് I ഈസ് ഈക്വൽ ടു 1 to n VI ഇൻറ്റു ഡെൽറ്റ TI എന്ന്. അപ്പോൾ ഈ ഫോർമുലയെ നമ്മൾ ജോമെട്രിക്കായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് നമ്മളുടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത്, വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുന്നത് ഗ്രാഫിൽ നിന്ന്. അപ്പോൾ ഇവിടെ ടൈം, ഇവിടെ വെലോസിറ്റി വരും. ഇനി രണ്ട് ഇൻ്റർവെൽസ് ആണ് എ ബി. എ ബി നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് n ഈസ് ഈക്വൽ ടു 5 ആണെന്ന്. അപ്പോൾ 5 നമുക്ക് മതി. ഇവിടെ അപ്പോൾ T0, then T1, T2, T3, T4, T5. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റീസും പ്ലോട്ട് ചെയ്യുക. V1, V2 ഇവിടെയാണ് വരുന്നത്, V2, V3, V4, V5. ഇനി പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വരുന്നത് T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വരുന്നത് ഇവിടെയാണ്, ഇങ്ങനെ വരും. ദെൻ T2 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് T2, V2, ഇപ്പോൾ ഇവിടെ വരും. T3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള V3 വരുന്നത് ഇവിടെ. ദെൻ V4, V5. ഇനി നമുക്ക് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് കിട്ടിയത്. അപ്പോൾ ഈ ടൈം ഇൻ്റർവെൽ എന്ത് വരും, ഡെൽറ്റ T1, ഇത് ഡെൽറ്റ T2, ഡെൽറ്റ T3, ഡെൽറ്റ T4, ഡെൽറ്റ T5. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇതിൽ നമുക്ക് കുറേ റെക്റ്റാങ്കിൾസ് ആണ് കിട്ടിയത്. അപ്പോൾ ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയാസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി എന്താ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഈ കേസിൽ നമ്മൾ ഹൈറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ബേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹൈറ്റ് വരുമ്പോൾ ഏത് വരും, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ദാറ്റ് ഈസ് ഹൈറ്റ് ഇൻറ്റു ബേസ്. ഇവിടെ ഹൈറ്റ് വരുന്നത് ഏതാണ്, ഹൈറ്റിൽ വി, അതായത് വെലോസിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ വി ജനറലായിട്ട് വരുമ്പോൾ വി ഐ. ബേസ് വരുന്നത് ടൈമാണ്, അപ്പോൾ എന്ത് വരും, ടി ഐ. ടൈമിന് എന്തുണ്ട്,
ഇൻ്റർവെൽസ് ഉണ്ട്. അപ്പോൾ ഡെൽറ്റ ടി ഐ എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഈ ഏരിയാസ് ഓഫ് റെക്റ്റാങ്കിൾസിൻ്റെ സമ്മേഷൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ഡി കിട്ടും. സോ ഡെൽറ്റ ഡി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n വി ഐ ഇൻറ്റു ഡെൽറ്റ ടി ഐ. ഇതാണ് നമുക്ക് ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനിലൂടെ കിട്ടിയ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല. ഈ ഫോർമുല തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ സെക്ഷനിലും പഠിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനിലൂടെ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സംസും ഏരിയാസും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ഏരിയാസ് എടുക്കാം. എന്താണ് അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ഏരിയാസ്? അതായത് സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു എം ടു പി, എ ഐ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു എം ടു എൻ എ ഐ പ്ലസ് സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1 ടു പി ഇൻറ്റു എ ഐ. ഇതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം, എ എന്നുള്ള പ്ലെയിൻ. ആ പ്ലെയിനിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഈ ഒരു പാർട്ട് ഈ ഒരു പാർട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് A1, ഇത് A2. അപ്പോൾ ഈ പ്ലെയിനിൻ്റെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും? A1 ആയിരിക്കുമോ A2 ആയിരിക്കുമോ? രണ്ടുമല്ല. എന്താണ്? സമ്മേഷൻ ഓഫ് A1 പ്ലസ് A2 ആയിരിക്കും. അതാണ് ഈ അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ഏരിയാസിലും പറയുന്നുള്ളൂ. അപ്പോൾ ഏരിയ ഓഫ് പ്ലെയിൻ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് A1 പ്ലസ് ഏരിയ ഓഫ് A2. ഇതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യുകയാണ്, അതായത് ഇൻഗൾഷൻ പ്രോപ്പർട്ടി. ഇൻഗൾഷൻ പ്രോപ്പർട്ടി അതായത് ഇഫ് AI is less than or equal to BI for I is equal to M plus 1 etc. to N, then summation of I is equal to M to N AI less than or equal to summation of I is equal to M to N BI. ഇതാണ് ഇൻഗൾഷൻ പ്രോപ്പർട്ടി. ഇനി നമുക്കൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം. അതായത് ഇത് എ എന്നുള്ള പ്ലെയിൻ. ഈ എ എന്നുള്ള പ്ലെയിൻ്റെ ഉള്ളിൽ ബി എന്നുള്ളൊരു വേറൊരു ചെറിയ പ്ലെയിൻ ഉണ്ട്. അപ്പം ഈ ഒരു പ്ലെയിനിൻ്റെ ഏരിയ എന്തായിരിക്കും? എ ആണോ ബി ആണോ? അത് എ പ്ലസ് ബി ആണോ? ഏതായിരിക്കും? എ ആയിരിക്കും. കാരണം എ എന്നുള്ള പ്ലെയിനാണ് കൂടുതൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്നുള്ളതിൻ്റെ ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഒരു പ്ലെയിനിൻ്റെ ഉള്ളിൽ വേറൊരു പ്ലെയിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നിങ് റീജിയൻ ആയിരിക്കും മോർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടെയ്നിങ് റീജിയൻ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ എയുടെ ഏരിയ ആണ് ഈ പ്ലെയിനിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഏരിയാസിൻ്റെയും സംസിൻ്റെയും കണക്ഷൻ ഒന്നും കൂടി നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് സ്റ്റെപ്പ് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യാം. എന്താണ് സ്റ്റെപ്പ് ഫങ്ഷൻ? അതായത് എ ഫങ്ഷൻ g on the interval ab is called a step function if ab can be broken into smaller intervals, that is called subintervals, with g is constant on each part. Number x1 x2 etc. to xn with a is equal to x0 is less than x1 is less than x2 is less than etc. to xn minus 1 is less than xn, that is equal to b. Intervals x0 x1 x1 x2 xn minus 1 xn. List of x0 x1 etc. to xn is called partition of ab. അതായത് ഒരു ഫംഗ്ഷൻ g അതിൻ്റെ ഇൻ്റർവൽ എന്ന് പറയുന്നത് എ ബി ആണ്. ആ എ ബിയെ നമ്മൾ സ്മോളർ ഇൻ്റർവെൽസായിട്ട് സബ് ഇൻ്റർവെൽസായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ഇൻ്റർവെൽസിലും g എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓരോ പാർട്ടിലും. അപ്പോൾ a ഈസ് ഈക്വൽ ടു x0 ഈസ് ലെസ് ദാൻ x1 ഈസ് ലെസ് ദാൻ x2 ഈസ് ലെസ് ദാൻ xn minus 1 is less than xn, that is equal to b. ഇതാണ് അതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്, x0 x1 x2 എന്ന് പറയുന്നത്.
ഇൻ്റർവെൽസ് അപ്പോൾ എന്ത് വരും? x0 x1 x1 x2, അതായത് x0 x1 എന്ന് പറയുന്നത് ഡെൽറ്റ x1, x1 x2 എന്ന് പറയുന്നത് ഡെൽറ്റ x2, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ x0 x1 x2 എന്നൊക്കെ പറയുന്നത് പാർട്ടീഷൻ ഓഫ് എ ബി എന്ന് പറയും. പാർട്ടീഷൻ അതായത് ഡിവിഷൻസ് ഓഫ് എ ബി ആണ് x0 x1 x2 എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് പാർട്ടീഷൻ ഓഫ് എ ബി എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അതായത് എ ബി എന്ന് പറയുന്ന ഇൻ്റർവെൽസ് അതിനെ വീണ്ടും സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ x0 x1 x2 x3 എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും എന്താണ് പാർട്ടീഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഡ്രോ എ ഗ്രാഫ് ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ജി ഡിഫൈൻഡ് ഓൺ 2 4 ബൈ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതായത് g of x is equal to 1 if 2 is less than or equal to x less than or equal to 2.5, 3 if 2.5 less than x less than 3.5 or equal to ഇല്ല. ഇനി 2 if 3.5 is less than or equal to x less than or equal to 4. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് വരയ്ക്കേണ്ടത്? സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഇതിൻ്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരുമ്പോൾ വൈ ആക്സിസും എക്സ് ആക്സിസും വരയ്ക്കുക. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഇതൊക്കെ വൈ ആക്സിസിൽ വരും, ഇതൊക്കെ എക്സ് ആക്സിസിൽ വരും. അപ്പോൾ ഇനി പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എക്സ് ആക്സിസിൽ 2ഉം 2.5 വരും, വൈ ആക്സിസിൽ 1. അപ്പോൾ 2ഉം 2.5 വൈ ആക്സിസിൽ 1 ആകുമ്പോൾ 2.5 ഇവിടെ വരും, അങ്ങനെ വരും. ഇനി വേറെ ഒന്നുണ്ട്, അതായത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സോളിഡ് ഡോട്ട് കൊണ്ടായിരിക്കും ഡിനോട്ട് ചെയ്യുക. ഇതാണ് സോളിഡ് ഡോട്ട്. ഇനി ഇവിടെ ലെസ് ദാൻ മാത്രമേ സോ വിച്ച് ഡു നോട്ട് ബിലോങ് ടു ദ ഗ്രാഫ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഓപ്പൺ ഡോട്ടായിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇത് ഓപ്പൺ ഡോട്ടും സോളിഡ് ഡോട്ടും. ഇത് സോളിഡ് ഡോട്ട് വരും. ഇനി നെക്സ്റ്റ് നമ്മൾ 2.5ഉം 3.5ഉം ഓപ്പൺ ഡോട്ട് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 3യിലാണ് വരിക, 3.5 ഇവിടെ. ഇനി 3.5 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അത് ഏത് ഡോട്ടായിരിക്കും? സോളിഡ് ഡോട്ടായിരിക്കും. 2ലാണ് 3.5. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരിക. ഇതിൽ ഓരോ പാർട്ടിലും ഓരോ ഇൻ്റർവെൽസിലും എന്താണ് ജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്കിതിനെ ജനറലി ആയിട്ട് പറയാം. അതിനൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ്, രണ്ട് ഇൻ്റർവെൽസ് എ ബി, അതിൻ്റെ ഇടയിൽ സബ് ഇൻ്റർവെൽസിൻ്റെ x0 x1 x2 x3. ഇതാണ് ഗ്രാഫ്. അതായത് എ ബി എന്ന് പറയുന്ന ഇൻ്റർവെൽസ്, അതിൽ സബ് ഇൻ്റർവെൽസ് x0 x1 x2 x3. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ സബ് ഇൻ്റർവെൽസിന് ജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ജി നമുക്കിവിടെ കെ ഐ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കെ ഐ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് K1, ദെൻ K2, ഇത് K3. അപ്പോൾ നമുക്ക് ഈ റീജിയൻ്റെ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഈ റീജിയൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനെ പോലെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയാസിൻ്റെ സമ്മ് എടുത്താൽ മതി. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയാസ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഈ കേസിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ബേസ് ഏതാണ്? ഇതിൻ്റെ ഇൻ്റർവെൽസ് എഴുതണം. ഇവിടെ x0 x1 ആണ്. അപ്പോൾ ഇത് ഡെൽറ്റ x1, x1 x2 ആകുമ്പോൾ ഡെൽറ്റ x2, x2 x3 ആകുമ്പോൾ ഡെൽറ്റ x3. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇപ്പോൾ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ അടുത്ത് നോക്കിയാൽ
ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഡെൽറ്റ x1 ഇൻറ്റു k1 എന്ന് വരും. അതുപോലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഏരിയ എഴുതാം. അപ്പോൾ എന്ത് വരും? ഏരിയ ഓഫ് ദിസ് ഷെയ്ഡഡ് റീജിയൻ, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു summation of area of rectangles. That is equal to first rectangle area എന്ന് പറയുന്നത് k1 into delta x1 plus k2 into delta x2 plus k3 into delta x3. അതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമുക്കിനി കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? അതായത് k1 ഇൻറ്റു ഡെൽറ്റ x1 പ്ലസ് k2 ഇൻറ്റു ഡെൽറ്റ x2 പ്ലസ് k3 ഇൻറ്റു ഡെൽറ്റ x3 പ്ലസ് എക്സെട്ര പ്ലസ് kn ഇൻറ്റു ഡെൽറ്റ xn. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് I ഈസ് ഈക്വൽ ടു 1 to n ki ഇൻറ്റു ഡെൽറ്റ xi. ഇതാണ് നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷനിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾസ് ആണ്. നമ്മളിപ്പോൾ വരച്ച സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഒക്കെ നോൺ നെഗറ്റീവ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ആണ്. അതായത് പോസിറ്റീവ് റീജിയനിലേക്ക് മാത്രമാണ് വരുന്നുള്ളൂ. ഇനി അടുത്ത സെക്ഷനിൽ നെഗറ്റീവ് റീജിയനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പറയും. ദാറ്റ്സ് ഓൾ ഫ്രം മൈ സെമിനാർ. സോ താങ്ക് യു ഓൾ.